ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എണ്ണയിൽ മുക്കിപ്പൊരിച്ചത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അത് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1.5 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഞാനിപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ് ഇട്ട് വെക്കുന്നത്. പച്ചരിക്ക് പകരം ബിരിയാണി അരി വേണമെങ്കിൽ കൊടുക്കാം. ബിരിയാണി അരിക്ക് നല്ലൊരു മണമൊക്കെ ആണല്ലോ. ഇനി പകുതി പച്ചരിയും പകുതി ബിരിയാണി അരി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പച്ചരി ആകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കണം. അതിനായിട്ട് ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡായി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂട് പോയതിനു ശേഷം ഇതൊന്ന് കൈ വെച്ച് പിച്ചിയെടുത്തതാണ്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് പിച്ചിയെടുത്തിട്ടുള്ളത്. എങ്കിലേ സ്നാക്കിലൊന്ന് കടിക്കാൻ കിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ 2 സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ അരി അരക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അധികമാവും. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ് 1 ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ എത്രത്തോളം നമുക്ക് എരിവ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് പിച്ചിയെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല ചിക്കനിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഈ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. കുതിർത്ത് വെച്ചിട്ടുള്ള അരി അരിപ്പയിൽ ഇട്ട് കൊടുത്തിരുന്നു. അതിലെ കംപ്ലീറ്റ് വെള്ളവും പോയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അരയില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താലും മതി. അരച്ചതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ദോശമാവിനേക്കാൾ ഒന്നും കൂടെ ലൂസായിരിക്കും. ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം, എന്നാലേ പെട്ടെന്ന് കിട്ടുള്ളൂ. എണ്ണയ്ക്ക് പകരം നെയ്യ് തടവിയാലും മതി. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് അതിൽ വെള്ളം വെച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തേക്കും ആയിട്ടില്ലെങ്കിൽ അതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്ര വേവായാൽ മതി. മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ട് വേവായി കഴിഞ്ഞാൽ നമ്മളെ മസാല അതിലേക്ക് പിടിക്കൂല. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് 2-3 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. പകുതി വേവായിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. മസാലയുടെ മുകളിലായിട്ട് വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇത് അടച്ച് വെച്ച് 20 to 25 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 25 മിനിറ്റ് ആയപ്പോഴാണ് ഞാനത് തുറന്ന് നോക്കുന്നത്. പപ്പടക്കോല് വെച്ച് കുത്തി നോക്കിയപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, വേവായിട്ടുണ്ട്. ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. മൈദയും എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.